പ്രിയരെ, നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ശക്തമേറിയൊരു ദൈവവചനമുണ്ട്. ആ വചനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരല്പനേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്. കനാവിലെ കല്യാണത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുന്നു. എന്നാൽ ആ കല്യാണത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രൈസ് ദി ലോർഡ് നൽകി തന്നിരിക്കുന്ന ഒരു വേർഡ് ഇതാണ്. പലരുടെ ജീവിതത്തിന്റെ മേലും ആമേൻ തീർന്നു പോയ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. ആമേൻ, എല്ലാം തീർന്നു പോയി. നമുക്കറിയാം, വിവാഹത്തിൽ അന്ന് കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. ആ വീഞ്ഞ് സൂചിപ്പിക്കുന്നത് സന്തോഷത്തെയാണ്. വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ആനന്ദത്തെയാണ്, സമാധാനത്തെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ മേൽ നാളുകളായി എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല. ആമേൻ, വളരെയധികം ഞെരുക്കത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഏലിയാവിനെ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത് കഴിച്ചിട്ട് മരിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വിധവയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ സമസ്ത മേഖലകളിലും ബ്ലോക്കായി തീർന്നിരിക്കുന്ന അനുഭവത്തിൽ എന്നെ കാണുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ശക്തമേറിയ ദൈവിക നിയോഗമുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണുകൾ അടച്ചോ, നമുക്കൊരു നിമിഷം നമ്മളുടെ ജീവന്റെ ദാതാവിനോട്, നമ്മുടെ രക്ഷകനോട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനോട്, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ വലിയ ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്യണമേ. കാനാവിലെ കല്യാണത്തിന് കുറവിനെ നികർത്തിയ ദൈവമേ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ഇവരുടെ കുറവുകളെ ദൈവം നികത്തേണ്ടതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണല്ലോ, അതൊരടയാളത്തിന്റെ തുടക്കമായി ആമേൻ കാനാവിലെ കല്യാണത്തിൽ ദൈവം ചെയ്തതുപോലെ ഇവരുടെ ജീവിതത്തിന്റെ മേൽ അടയാളങ്ങൾ വെളിപ്പെടട്ടെ, സൈനുകൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ, വീര്യപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ആ ഫിനാൻസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സാമ്പത്തികമായി വളരെയധികം ഞെരുക്കമാണ്. അവൻ എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയച്ചു, ഇപ്പോൾ വിദേശത്ത് നിന്ന് തിരിച്ചയക്കുന്ന അനുഭവത്തിൽ കൂടിയാണ് പാസ്റ്റേ ഞാൻ കടന്നു പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ അങ്ങയുടെ കരം ചലിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ദൈവം സംരക്ഷിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കൈയെടുത്തു വെച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു എന്നുള്ളതാണ്. പാരമ്പര്യ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. നീണ്ട ദീർഘനാളുകളായി, വർഷങ്ങളായി ഹോസ്പിറ്റലുകൾ തള്ളിയത്, ഡോക്ടേഴ്സിന് പറ്റുകയില്ലെന്ന് പറഞ്ഞ കേസുകളെ അങ്ങ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ജീവനെ ഞാൻ കൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വന്നിരിക്കയാൽ അങ്ങയ്ക്ക് മഹത്വം കരേറ്റുന്നു. വലിയ സമാധാനവും ശാന്തത കൊണ്ടും ദൈവം ഇവരെ നിറയ്ക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു.
പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കുചേരുന്നതെങ്കിൽ, എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നടക്കുന്ന രാത്രി 7 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ പറ്റും. ഇന്ന് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ആ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക്, ആ ദൈവിക വചനത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു വരാം. കഴിഞ്ഞ 2 ദിവസമായി യൂദയുടെ ലേഖനമാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലേഖനം ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. എന്നാൽ വളരെ ശക്തമേറിയ ദൈവവചനമാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം, ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചോ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും, അടുത്ത പദം, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അവൻ ഈ വാക്യം ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഒറ്റ പദമാണ് എന്റെ ഹൃദയത്തിലേക്ക് ആഴമേറിയ രീതിയിൽ ദൈവാത്മാവ് ഇടുവാനിടയായി തീർന്നത്. ആമേൻ. യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവർ, ആമേൻ, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ, preserved in Christ Jesus, ആമേൻ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളും ഞാനും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് സംരക്ഷണമില്ലല്ലോ ബ്രദറെ. ആമേൻ. എന്റെ ലൈഫ് ഇന്ന് കടന്നു പോകുന്നത് ഒരു സെക്യൂറായ അനുഭവത്തിലല്ല. ആമേൻ. പലവിധമാകുന്ന വിഷയങ്ങളാണ്. ആമേൻ. എന്റെ ഭവനത്തിന്റെ മുൻപിൽ കടക്കാർ വന്ന് നിൽക്കുകയാണ്. എന്റെ രോഗമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാം. അങ്ങനെയുള്ള മൂർച്ഛിച്ച അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ആമേൻ. ഒരു സമാധാനമില്ല എന്നൊക്കെ പറയുന്നവരോട് ഈ വേർഡിനെ ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ്. നീ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. ഇന്ന് ഞാൻ പ്രൈസ് ദി ലോർഡ് ഈ പദങ്ങളൊക്കെ വായിച്ച് ഞാൻ നോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യം എന്റെ മനസ്സിലേക്ക് വന്നു. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവന് ആർക്കെതിരെ നിൽക്കാൻ പറ്റും? ആർക്കെതിരെ നിൽക്കാൻ പറ്റും? നീ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതിന്റെ അർത്ഥം കാറ്റുണ്ടാകില്ലെന്നോ, കോളുണ്ടാകില്ലെന്നോ, പ്രതികൂലങ്ങൾ ഉണ്ടാകില്ല എന്നൊന്നുമല്ല. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നീ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരം കാണും. ആമേൻ. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ, ആമേൻ, എന്റെ ചോദ്യം നിങ്ങളോട്, സിംഹം ദാനിയേലിനെ തൊട്ടോ? തൊട്ടില്ല. ആമേൻ. ശത്രുക്ക്, മേശക്ക്, വേദനകോ എന്നറിയപ്പെടുന്ന 3 ബാലന്മാരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പെട്ടപ്പോൾ ആ തീ അവരെ തൊട്ടോ? തൊട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ 14 ദിവസം പ്രൈസ് ദി ലോർഡ് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയുള്ള യാത്രയിൽ, ആമേൻ, എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസിനെ ആ ഭയം കയറി തൊട്ടോ? തൊട്ടില്ല. കാരണം അവൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, എത്ര വലിയ പ്രതികൂലങ്ങളിൽ നീ കടന്നു പോകുമ്പോഴും നീ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. ആമേൻ. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരോട്, ആമേൻ, ഒരു പ്രതികൂലത്തിനും എതിരെ നിൽക്കുവാൻ പറ്റുകയില്ല. ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ
യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും അത്. ആമേൻ. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ കഴിയുമ്പോൾ, ആമേൻ, അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, എല്ലാ ദേശത്തും എല്ലാ രാജ്യത്തും രാജ്യം മൊത്തം മരണം വാഴുകയായിരുന്നു. ആമേൻ. പ്രത്യേകിച്ച് മിസ്രൈമ്യരുടെ ഭവനങ്ങളിലെല്ലാം ആദ്യ ജാതന്മാർ കൊല്ലപ്പെടുമ്പോൾ, മരിച്ചു വീഴുമ്പോൾ, അതിന്റെ നടുവിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഭവനത്തിൽ പോലും മരണം കയറി വാണില്ല. ആമേൻ. ഒരു ഭവനത്തിൽ പോലും പിശാചിന് തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് നിങ്ങളോടുള്ള ദൂത്, നിങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഞാൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ, ആമേൻ, അവൻ എവിടെ കടന്നുപോയാലും ദൈവ പ്രവൃത്തികൾ കാണുവാനിടയായിത്തീരും. നിങ്ങൾ നോക്കുക, യോബിനെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, പിശാച് യോബിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ, ആമേൻ, അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ദൈവം അവനെയും അവനുള്ളതിനൊക്കെയും വേലികെട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന്, ആമേൻ, നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങൾ വലിയ ഭാരത്തോടും വലിയധികം പ്രതീക്ഷകൾ ഉണ്ടായിട്ട് ഒന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോഴൊക്കെയും നിങ്ങളോടുള്ള ദൂത്, ദൈവം നിന്നെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അർത്ഥാൽ നിന്റെ മേലുള്ള ദൈവിക കവറിംഗ് എന്ന് പറയുന്നത് അതിശക്തമാണ്. ആമേൻ. ഹല്ലേലൂയ. പിശാചു പറഞ്ഞു, അവനെ നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അവന്റെ ഭവനത്തിൽ കയറി ചെല്ലുവാൻ പറ്റുകയില്ല. നമുക്കറിയാം, 90-ാം സങ്കീർത്തനത്തിലേക്ക് 91-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണല്ലോ: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന വ്യക്തിയെ പറ്റി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും. നാശകരമായ മഹാമാരിയിൽ നിന്ന് ദൈവം പരിപാലിക്കുവാനിടയായിത്തീരും. ആമേൻ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതും നിന്നോട് അടുത്തു വരികയില്ല. ആമേൻ. അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന്. നമുക്കറിയാം, വേട്ടയ്ക്കു വേണ്ടി പോകുന്ന ഒരു വ്യക്തിയുടെ കെണിയിൽ നിന്ന് മൃഗത്തിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക സംരക്ഷണമാണ് അവന്റെ ജീവിതത്തിലുള്ളത്. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമാകുന്ന മഹാമാരിയിൽ നിന്നും വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേൽ ആ വിടുതലിന്റെ കരം വന്നു ചേരുകയാണ്. അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും. ദൈവം നിന്നെ മറച്ചാൽ ഒരു പൈശാചിക മേഖലകൾക്കും നിന്നെ തൊടുവാൻ പറ്റുകയില്ല. ഒരിക്കൽ പത്രോസിനോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറവാനിടയായിത്തീർന്നു: പത്രോസേ, നിന്നെ പല പ്രാവശ്യം പിശാച് ചോദിച്ചതാണ്. അവൻ നിന്നെ പാറ്റേണ്ടതിന് വേണ്ടി, നിന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് വേണ്ടി, പക്ഷെ ഞാൻ അതിനെ അനുവദിച്ചില്ല. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്: ദൈവം നിന്നെ പ്രത്യേകിച്ച് തന്റെ തൂവൽ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ദൈവിക കവറിങ്ങിൽ നീ ഉള്ളോടത്തോളം കാലം, ലോറാമ ശംദൽ പ്രബാല ഘടകസി, ദൈവിക കവറിങ്ങിൽ നീ ഉള്ളോടത്തോളം കാലം
ഒരു പൈശാചിക മേഖല പോലും നിന്നെ തൊടുകയില്ല. ഇവിടെ ദൈവത്താൽ സംരക്ഷിച്ചു എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു നിധി പരിപാലിക്കുന്നത് പോലെ. നമുക്കറിയാം, ഒരു ദേശത്തിന്റെ മേൽ നിധി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എങ്ങനെ അതിനെ പരിപാലിക്കുമോ, ഒരു വ്യക്തിക്ക് പോലും ആ സ്ഥലത്തേക്ക് പോകാതെ വണ്ണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ രാജ്യത്തലവൻ ഒരു ദേശത്തിലേക്ക് കടന്നു വന്നാൽ അതിനു മുൻപായി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്, അവിടുത്തെ പോലീസ് അധികാരികൾ എല്ലാം വന്ന് ആ രാജ്യത്തലവന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്നത് പോലെ ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ക്രിസ്തുവിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്നതിന്റെ അർത്ഥം. എത്ര മഹത്വകരമായ അനുഭവമാണ് ദൈവം നിന്റെ മുമ്പിൽ നിനക്കു വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നഷ്ടത്തിൽ നിന്ന് നിന്നെ ദൈവം പരിപാലിക്കും. ആമേൻ. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിന്ന് നഷ്ടത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, എൻ്റെ ജീവിതത്തിന്റെ മേൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ നഷ്ടങ്ങളിൽ നിന്ന് പരിപാലിക്കും. നഷ്ടങ്ങളിൽ നിന്ന് പരിപാലിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടതിന് എൻ്റെ ദൈവത്തിന് നിനക്ക് ഡബിൾ ഇരട്ടിയായി മടക്കി തരുവാനും പറ്റും. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടിരിക്കുന്ന പല വ്യക്തികൾ നഷ്ടബോധത്തിന്റെ നടുവിൽ വേദനയോടുകൂടി കണ്ണുനീരോടുകൂടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നഷ്ടത്തിനു പകരം ഇരട്ടിമാനത്താൽ എന്റെ ദൈവം നിന്നെ അലങ്കരിക്കുകയും നിന്നെ പരിപാലിക്കുകയും നിനക്ക് വേണ്ടുന്നതൊക്കെയും മടക്കി തരികയും ചെയ്യും. അവസാനമായി, അപകടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പരിപാലിക്കും. അപകടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പരിപാലിക്കും. ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും ആ സംരക്ഷണത്തിന്റെ കരം ഞാൻ കാണുകയാണ്. ഒരു കോഴിക്കുഞ്ഞ് തീറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കഴുകനോ, പെട്ടെന്ന് വന്ന് പരുന്തോ ആമേൻ ഹല്ലേലൂയ അതിനെ റാഞ്ചുവാൻ നോക്കുമ്പോൾ നമ്മൾക്കറിയാം, എത്രയും പെട്ടെന്ന് അമ്മക്കോഴി വന്ന് അതിനെ എങ്ങനെ സംരക്ഷിക്കുന്നു, നിന്നെ ദൈവം അതുപോലെ സംരക്ഷിച്ചിരിക്കുകയാണ്. നീ പിശാചിന്റെ കയ്യിലെ ആയുധമല്ല, നീ ദൈവത്തിന്റെ കയ്യിലെ ആയുധമാണ്. പിശാചിന് നിന്റെ കുടുംബത്തെ തൊടുവാൻ പറ്റുകയില്ല. പല കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന കുടുംബ തകർച്ചകൾ, പ്രത്യേകിച്ച് ഡിവോഴ്സിന്റെ വക്കിൽ ഞാൻ ആയിരിക്കുകയാണ്. കുടുംബ തകർച്ചയാണ്. എനിക്ക് ആ കുടുംബ ജീവിതം റിസ്റ്റോർ ചെയ്യപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഒരത്ഭുതത്തെ ഞാൻ വെക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആശ്ചര്യമായി യേശുവിന്റെ നാമത്തിൽ മേൽ അത് നടന്നു കാണുവാനിടയായിത്തീരും. സമ്പത്ത് തീർന്നുപോയി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോടുള്ള ദൈവിക ദൂത്, ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് ഇന്ന് ഈ മെസ്സേജിന്റെ മേൽ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവം നിന്നെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കും. അവൻ ദൈവം നിന്നെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ശത്രുവിന്റെ അധികാരത്തിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് ദൈവം നിന്നെ സംരക്ഷിക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണല്ലോ, നിനക്കെതിരായി കടന്നു വരുന്ന ഒരായുധം പോലും ഫലിക്കുകയില്ല. നിന്റെ തിന്മയ്ക്കും നിന്റെ അഭിവൃദ്ധിക്കും നിന്റെ ജീവിതത്തിനും എതിരുമായി കടന്നു വരുന്ന ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവൻ ഇന്നത്തെ ദിവസം അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. അടുത്തതായി, അവൻ നിന്നെ കഷ്ടത്തിൽ നിന്ന്, ആമേൻ, through your trials ദൈവം നിന്നോട് കൂടെയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ദൈവിക സംരക്ഷണം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ്.
ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നു. പാലക്കാട് ജോബിഷ് മോളിൻ്റെ 4th ഫ്ലോറിലുള്ള സിൽവർ ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത്. ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ഓൾ.